Hello everyone, welcome back to my channel. And then Gandhi came എന്ന് പറയുന്ന ഒരു വർക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റു റൈറ്റ്സ് അബൌട്ട് ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധിജി ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് കൃത്യം സമയത്ത് വന്നു എന്നതിനെ പറ്റിയിട്ടാണ് എഴുതിയേക്കുന്നത്. When the country was in dire need of such a leadership. രാജ്യം ഒരു ഡയർ നീഡ് എന്ന് പറഞ്ഞാൽ ഉഗ്രമായിട്ട് ആ ഒരു ഡീപ്പായിട്ട് ഈ ഒരു ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ, അതായത് ഒരാളെ ലീഡർ പോലെ വേണം എന്നൊരാവശ്യം രാജ്യത്തുണ്ടായപ്പോൾ കൃത്യം സമയത്താണ് ഗാന്ധിജി വന്നത്. ഗാന്ധിജി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്, അതായത് പ്രകാശത്തിൻ്റെ ഒരു രശ്മി പോലെയാണ് വന്നത്. ദാറ്റ് റിമൂവ്ഡ് ദ ഡാർക്ക്നെസ്, ഇരുട്ട് നീക്കാനായിട്ട് ഒരു പ്രകാശത്തിൻ്റെ രശ്മി വന്ന പോലെയായിരുന്നു അദ്ദേഹം വന്നത്. ജവഹർലാൽ നെഹ്റു മേക്സ് എ റൈറ്റ് അസസ്മെൻറ്റ് ഓഫ് ഗാന്ധിജി ഇൻ ഹിസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. അപ്പോൾ ഗാന്ധിജിയെ പറ്റിയിട്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വർക്കിൽ ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുണ്ട്. റീഡ് ദി എക്സെപ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഭാഗം പഠിക്കാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം, ജവഹർലാൽ നെഹ്റു. World War I ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. World War I അങ്ങനെ അവസാനിച്ചു. The peace, instead of bringing us relief and progress, അതായത് സമാധാനവും അതേപോലെ റിലീഫ് ഒരാശ്വാസവും അതേപോലെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ വളർച്ച, ഇതെല്ലാം വരുന്നതിന് പകരം എന്താ സംഭവിച്ചത്? ബ്രോട്ടസ് റിപ്രസീവ് ലെജിസ്ലേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമർത്തപ്പെട്ട നിയമങ്ങൾ. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലോ, നിയമങ്ങളാണ് വന്നത്. ആൻഡ് മാർഷ്യൽ ലോ ഇൻ ദ പഞ്ചാബ്, പട്ടാള നിയമം, പഞ്ചാബിൽ പട്ടാള നിയമം വന്നു. ഇതൊക്കെയാണ് വേൾഡ് വാർ I അവസാനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നത്. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ. ബിറ്റർ സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു തീവ്രമായിട്ടുള്ള, ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ അപമാനം. ആൻഡ് പാഷനേറ്റ് ആങ്കർ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ദേഷ്യം. ഫിൽഡ് അവർ പീപ്പിൾ, നമ്മുടെ ആളുകളിൽ വന്നു, ഇന്ത്യൻസിൽ വന്നു. വി ഹാഡ് ബിക്കം എ ഡെറലിക്റ്റ് നേഷൻ. അതായത് ഡെറലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട, അബാൻഡൻഡ് അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് എന്നൊക്കെ പറയില്ലേ, ഉപേക്ഷിക്കപ്പെട്ട ഒരു രാജ്യമായി മാറി. അതായത് നമ്മുടെ ദേശം ഉപേക്ഷിക്കപ്പെട്ട പോലെയായി. യെറ്റ് വാട്ട് കുഡ് വി ഡു, ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്സ്. നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഈ ഒരു വിഷ്യസ് എന്ന് പറഞ്ഞാൽ ക്രൂവലായിട്ടുള്ള ഈ ഒരു ക്രൂവൽ പ്രോസസ്സ് എങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യും. വി സീംഡ് ടു ബി ഹെൽപ്ലെസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റർ. നമ്മൾ ഒരു പവർഫുൾ മോൺസ്റ്ററിൻ്റെ പിടിയിൽ ഇങ്ങനെ എന്താ പറയുക, ഹെൽപ്ലെസ്, നിസ്സഹായരായിട്ട് ഇരിക്കുവാണ്. അവർ ലിംസ് വെർ പാരലൈസ്ഡ്, നമ്മുടെ കൈകളും കാലുകളെല്ലാം തളർന്നു. അവർ മൈൻഡ്സ് ഡെഡൻഡ്, നമ്മുടെ മൈൻഡ് ഡെഡൻഡ് എന്ന് പറഞ്ഞാൽ മരിച്ചു. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ്, ഒരുപാട് ആളുകൾ അവരുടെ ലാൻഡിൽ നിന്ന്, അവരുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് പോവേണ്ടി വന്നു. ആൻഡ് ഇൻകേപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് മാനുവൽ ഓർ ടെക്നിക്കൽ വർക്ക്, അതേപോലെ തന്നെ മാനുവലി അല്ലെങ്കിൽ ടെക്നിക്കലി പോലും ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ തന്നെ ചെയ്യുന്ന അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ടെക്നിക്കലി പോലും ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ജോയിൻഡ് ദ സ്വെല്ലിംഗ് ആർമി ഓഫ് ദ അൺഎംപ്ലോയിഡ്, ആളുകളെല്ലാവരും സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന, ആർമി ഓഫ് അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്ത, ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ ജോലി ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെയും ആളുകൾ ചേർന്നുകൊണ്ടേയിരുന്നു. അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ നമ്പർ കൂടിക്കൊണ്ടേയിരുന്നു. ആൻഡ് ഹെൽപ്ലെസ്, അവരെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ഹോപ്പ്ലെസ്, അവർക്കൊരു പ്രതീക്ഷയില്ല. സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദി മൊറാസ്, അവർ പിന്നെയും ട്രാപ്ഡായിപ്പോയി, ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പിന്നെയും അവർ ട്രാപ്ഡായിപ്പോയി. അതാണ് സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദി മൊറാസ് എന്ന് പറഞ്ഞാൽ. മൊറാസ് എന്ന് പറഞ്ഞാൽ മഡി ഗ്രൗണ്ടാണ്, ചെളി. അപ്പോൾ ഇതിലേക്ക് പിന്നെയും ഡീപ്പായിട്ട് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അവർ പിന്നെയും
ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിപ്പോയി എന്നുള്ളതാണ്, ട്രാപ്ഡായിപ്പോയി. ഫോർ നെയ്തർ ദി ഓൾഡ് നോർ ദ ന്യൂ ഓഫേർഡ് ദം എനി ഹോപ്പ്. പഴയ ലീഡേഴ്സോ പുതിയ ലീഡേഴ്സോ ആരും ഇവർക്കൊരു പ്രതീക്ഷ കൊടുത്തില്ല. വാട്ട് കുഡ് വി ഡു? എന്താണ് നമ്മൾ ചെയ്യുക? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് ക്വാഗ്മയർ ഓഫ് പോവേർട്ടി ആൻഡ് ഡിഫീറ്റിസം? എങ്ങനെ നമ്മൾ ഇന്ത്യയെ ഈ ഒരു ക്വാഗ്മയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ഒരു നിരാശ, പോവേർട്ടിയൊക്കെ ആയിട്ട് ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഇന്ത്യയെ എങ്ങനെ, അതേപോലെ തന്നെ ഡിഫീറ്റിസം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്ത നെഗറ്റിവിറ്റീസ് മാത്രമുള്ള ഒരവസ്ഥയാണ്. ഇതിൽ നിന്ന് ഇന്ത്യയെ നമ്മളെങ്ങനെ പുറത്തു കൊണ്ടുവരും? നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ആഗണി ആൻഡ് സസ്പെൻസ്, ബട്ട് ഫോർ ലോങ് ജനറേഷൻസ് അവർ പീപ്പിൾ ഹാഡ് ഓഫേർഡ് ദെയർ ബ്ലഡ് ആൻഡ് ടോയിൽ, ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്. കുറച്ച് നാളത്തേക്ക് വേണ്ടിയല്ല, ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ ഒരുപാട് നാഷണൽ സ്ട്രഗിൾസൊക്കെ ചെയ്തത്. ഈ പറയുന്ന നാഷണൽ മൂവ്മെൻറ്റ്സ് എല്ലാം നടത്തിയത് കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, ഒരുപാട് നാളത്തേക്കുള്ള കഷ്ടപ്പാടായിരുന്നു. അവരുടെ ഈ ബ്ലഡും സ്വെറ്റും എന്നൊക്കെ പറയുന്ന അവരുടെ വേർപ്പും ചോരയെല്ലാം ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ട് ആണ് അവർ ഈ പറഞ്ഞ കഷ്ടപ്പാടെല്ലാം കഴിച്ചത്. ആൻഡ് ദിസ് പ്രോസസ് ഹാഡ് ഈറ്റൺ ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ, പോയ്സണിങ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഇന്ത്യയുടെ ബോഡിയും സോളും എല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിലെ ഓരോന്നിനെയും പോയ്സൺ ചെയ്തുകൊണ്ടിരിക്കുക, വിഷം നിറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാന്ധിജി വരുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി വന്നത് എന്തുപോലെയാണെന്ന് പറയുന്നുണ്ട്. ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. ശുദ്ധവായുവിൻ്റെ പ്രവാഹം പോലെയായിരുന്നു ഗാന്ധിജി വന്നത്. ദറ്റ് മേഡ് എ സ്ട്രെച്ച് അവർ സെൽസ് ആൻഡ് ടേക്ക് ഡീപ്പ് ബ്രെത്ത്സ്. ഫ്രഷ് എയർ കിട്ടുമ്പോൾ നമ്മളൊന്ന് സ്ട്രെച്ച്ഡായി നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുകയൊക്കെ ചെയ്യും അല്ലേ? യെസ്. അപ്പോൾ ഗാന്ധിജി വന്നത് ഒരു ശുദ്ധവായുവിൻ്റെ പ്രവാഹം പോലെയാണ്. അപ്പം നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാനും അതേപോലെ തന്നെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാനും ആളുകൾക്ക് സാധിച്ചു. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദറ്റ് പിയേഴ്സ്ഡ് ദ ഡാർക്ക്നെസ്. ബീം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ രശ്മി പോലെയായിരുന്നു ഡാർക്ക്നെസ്സിനെ, ഇരുട്ടിനെ എല്ലാം കുത്തിത്തുളയ്ക്കുക എന്നാണ് പിയേഴ്സ്ഡിൻ്റെ മീനിങ്. കുത്തിത്തുളച്ചിട്ടുള്ള പ്രകാശത്തിൻ്റെ രശ്മി പോലെയായിരുന്നു. ആൻഡ് റിമൂവ്ഡ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്. നമ്മുടെ കണ്ണുകളിൽ നിന്ന് സ്കെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇരുട്ടിനെ, നെഗറ്റിവിറ്റീസിനെ, എല്ലാ ചീത്ത കാര്യങ്ങളെയും നമ്മുടെ കണ്ണുകളിൽ നിന്ന് റിമൂവ് ചെയ്ത പോലെ. ലൈക്ക് എ വേൾവിൻഡ്. വേൾവിൻഡ് എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ്. ഒരു ചുഴലിക്കാറ്റ് വന്ന പോലെയായിരുന്നു. ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ് ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ്. ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ അപ്സെറ്റ് ആക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുടെ മൈൻഡിന് വ്യത്യാസം വന്നു ഗാന്ധിജി വന്നപ്പോൾ. ഹി ഡിഡ് നോട്ട് ഡീസെൻഡ് ഫ്രം ദി ടോപ്പ്. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളല്ല. ഹി സീംഡ് ടു എമേർജ് ഫ്രം മില്യൺസ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ മില്യൺസ് ഓഫ് ആളുകളുണ്ട്, അതിൽ നിന്ന് ഒരാളായിട്ടാണ് വന്നത്. സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്. അതായത് ഈ പറയുന്ന ഇന്ത്യൻസിൽ നിന്നും ഒരു മില്യൺസിൽ നിന്നും ഒരാളായി വന്നു. അവരുടെ ഭാഷ തന്നെയാണ് ഗാന്ധിജി സംസാരിച്ചതും. ഗെറ്റ് ഓഫ് ദി ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് ഹി ടോൾഡ് അസ്. അപ്പോൾ ഗെറ്റ് ഓഫ് ദ ബാക്സ് എന്ന് പറഞ്ഞാൽ താഴെ ഇറങ്ങുക എന്നുള്ള മീനിങ്, പുറത്തുനിന്നും താഴേക്ക് ഇറങ്ങുക. അതായത് എക്സ്പ്ലോയിറ്റേഴ്സ്, നശിപ്പിച്ചുകൊണ്ട്, അതായത് നമ്മുടെ പെസൻസ് ആൻഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരെയും അതേപോലെ ജോലിക്കാരെയും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പ്ലോയിറ്റേഴ്സ്, അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അവരോട് മാറാൻ, അതായത് പെസൻസിൻ്റെയും വർക്കേഴ്സിൻ്റെയും എല്ലാം പുറത്തുനിന്ന് ഇറങ്ങും നിങ്ങൾ. He told us, all of you who live by their exploitation, get rid of the system that produces this poverty and misery. അതായത് ആളുകൾ, ഒരുപാട് പേര് ഈ ബ്രിട്ടീഷും അങ്ങനെ കുറേ റൂളേഴ്സിൻ്റെ അണ്ടറിൽ എക്സ്പ്ലോയിറ്റഡ് ആയിട്ട് അവർ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, കുറേ ആളുകളെ, കുറേ ലീഡേഴ്സ്. അപ്പോൾ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ റൂളേഴ്സ് കുറേ പേര്. അപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ ഈ പറയുന്ന പാവപ്പെട്ട പെസൻസിൻ്റെയും വർക്കേഴ്സിൻ്റെയും എല്ലാം പുറത്തുനിന്ന് ഇറങ്ങുക. ആളുകളോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൊവേർട്ടിയും മിസറിയും ദാരിദ്ര്യവും, അതേപോലെ മിസറി എന്ന് പറഞ്ഞാൽ ദുഃഖം, ഒരുപാട് ദുഃഖവും തരുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകൂ എന്ന് ജനങ്ങളോട് ഗാന്ധിജി പറഞ്ഞു. പൊളിറ്റിക്കൽ ഫ്രീഡം ടുക്ക് എ ന്യൂ ഷേപ്പ് ദെൻ. അങ്ങനെ പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് ഒരു പുതിയ
ഷേപ്പ് ഉണ്ടായി. ആൻഡ് അക്വയർഡ് എ ന്യൂ കോണ്ടൻറ്റ്, അങ്ങനെ ഒരു പുതിയ കോണ്ടൻറ്റ് അവർ എന്താ പറയുക നേടി എന്ന് പറഞ്ഞാൽ ഇത്ര നാളുണ്ടായിരുന്നതിൽ നിന്നൊരു മാറ്റം വന്നു. ഫ്രീഡത്തിന് അവർക്കുണ്ടായ ഫ്രീഡത്തിന് ഒരു പുതിയ ഷേപ്പ് കിട്ടി. മച്ച് ദാറ്റ് ഹി സെഡ് വി ഓൺലി പാർഷ്യലി അക്സെപ്റ്റഡ് ഓർ സംടൈംസ് ഡിഡ് നോട്ട് അക്സെപ്റ്റ് ഇറ്റ് ഓൾ. ഗാന്ധിജി പറഞ്ഞ കുറേ കാര്യങ്ങൾ പാർഷ്യലി, ഒരു ചെറിയ ഭാഗം മാത്രം അല്ലെങ്കിൽ കുറച്ച് പാർട്ട് മാത്രമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. ചില സമയത്ത് ഒന്നും അക്സെപ്റ്റ് ചെയ്തുമില്ല. ബട്ട് ഓൾ ദിസ് വാസ് സെക്കൻഡറി. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാനും സെക്കൻഡറി ആണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ള, പ്രൈമറി ഇമ്പോർട്ടൻസ് ഉള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. ദ എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അദ്ദേഹം പഠിപ്പിച്ചതിൻ്റെ എസെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫിയർലെസ്നെസ്, ഒന്നിനെയും പേടിക്കരുത്. ആൻഡ് ട്രൂത്ത്, സത്യസന്ധത. ആൻഡ് ആക്ഷൻ അലീഡ് ടു ദിസ്, ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. അതേപോലെ തന്നെ സത്യസന്ധതയും ഫിയർലെസ്നെസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങളുടെ നല്ലത് മൈൻഡിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഇതാണ് ഗാന്ധിജിയുടെ ടീച്ചിങ്ങിൻ്റെ എസെൻസ്. ഗാന്ധിജി പഠിപ്പിച്ചതിൻ്റെ മെയിൻ കാര്യം ഇതാണ് മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഗാന്ധിജി പഠിപ്പിച്ചത്. The greatest gift for an individual or a nation, so we had been told in our ancient books, was abhaya, fearlessness. ഒരു രാജ്യത്തിന്, ഒരു ദേശത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏൻഷ്യൻ ബുക്സിൽ പറയുന്ന പോലെ, പണ്ട് എഴുതിയിരിക്കുന്ന ബുക്കുകളിൽ പറയുന്ന പോലെ അഭയ, അതായത് ഫിയർലെസ്നെസ്, പേടിയില്ലാത്തൊരു അവസ്ഥ. നോട്ട് മിയർലി ബോഡിലി കറേജ്, നമ്മുടെ ബോഡിലി, അതായത് നമുക്ക് എന്താ പറയുക, നല്ല ശക്തിയും ധൈര്യമൊക്കെ ഉണ്ട്, ബോഡിയെ നോക്കുമ്പോൾ ഉണ്ട്, അതല്ല. ബട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദി മൈൻഡ്, നമ്മുടെ മൈൻഡിൽ പേടി ഉണ്ടാവരുത്. ദ ഡോമിനൻറ്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ. അതായത് ബ്രിട്ടീഷുകാരിവിടെ ഭരിച്ചിരുന്നപ്പോൾ ആളുകളിലുണ്ടായിരുന്ന ഒരു ഡോമിനൻറ്റ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും ടോപ്പിൽ നിന്നിരുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പേടിയാണ്, ഫിയർ. പെർവേസീവ് എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പേടി. ഒപ്രസിങ്, സ്ട്രാംഗ്ലിങ് ഫിയർ. ഇവിടെ എന്താ പറയുക, ഈ സ്ട്രാംഗ്ലിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിനിങ്ങനെ പിടിക്കുന്ന, നമ്മുടെ നെക്കിങ്ങനെ ടൈറ്റായിട്ട് പിടിക്കില്ലേ കഴുത്തിന്, അതേപോലത്തെ പേടി. ഫിയർ ഓഫ് ദി ആർമി, നമുക്ക് പട്ടാളം, ആർമിയെ പേടിയായിരുന്നു. ദ പോലീസിന് പേടിയാണ്. ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, അതായത് ആളുകൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ സീക്രട്ട് സർവീസൊക്കെ അന്നുണ്ടായിരുന്നു, അത് പേടിയായിരുന്നു. ഫിയർ ഓഫ് ദി ഒഫീഷ്യൽ ക്ലാസ്, അതായത് ഒഫീഷ്യൽസിനെ പേടിയായിരുന്നു. ഫിയർ ഓഫ് ലോസ് മെൻറ്റ് ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ, അതായത് നിയമങ്ങൾ ഒരുപാട് അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടായിരുന്ന കുറേ നിയമങ്ങളുണ്ടായിരുന്നു, അതിനെ പേടിയായിരുന്നു. പ്രിസൺ, ജയിലൊക്കെ പേടിയായിരുന്നു. ഫിയർ ഓഫ് ലാൻഡ് ലോഡ്സ് ഏജൻസ്, അതായത് ലാൻഡ് ലോഡ്സ് ഏജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് ഓൺ ചെയ്യുന്ന ആൾ, അവരുടെ ഏജൻസ് കുറേ പേരുണ്ടാവും, അവരെ പേടിയായിരുന്നു. ഫിയർ ഓഫ് ദി മണി ലെൻഡർ, പൈസ തന്ന് സഹായിക്കുന്ന, അതായത് പലിശയ്ക്ക് പൈസ തരുന്ന ആളുകൾ, അവരെ പേടിയായിരുന്നു. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ, ജോലിയില്ലാത്തൊരവസ്ഥ, അത് പേടിയായിരുന്നു. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പട്ടിണി കിടക്കുക. വിച്ച് വെയർ ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ്, ഇതെല്ലാനും, ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ വാതിൽപ്പടി, നമ്മളുടെ മുന്നിൽ തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്ന എല്ലാ പേടികളും. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദിസ് ഓൾ പെർവേഡിങ് ഫിയർ, ഈ എല്ലാ പേടിയുടെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ദറ്റ് ഗാന്ധിസ് ക്വയറ്റ് ആൻഡ് ഡിറ്റർമൈൻഡ് വോയിസ് വാസ് റേസ്ഡ്. ഗാന്ധിജിയുടെ ക്വയറ്റാണ് എന്നാൽ ഉറച്ച ശബ്ദം ഉയർത്തിയത്. ബി നോട്ട് അഫ്രെയ്ഡ്, പേടിക്കരുത്. വാസ് ഇറ്റ് സോ സിമ്പിൾ ആസ് ഓൾ ദറ്റ്, അതത്ര സിമ്പിളാണോ പേടിക്കരുതെന്ന് പറയുന്നത്? നോട്ട് ക്വൈറ്റ്, അല്ല. ആൻഡ് യെറ്റ് ഫിയർ ബിൽഡ്സ് ഇറ്റ്സ് ഫാൻറ്റംസ്, പേടി വന്നു കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ ഫാൻറ്റംസ്, ഒരു ഇല്യൂഷൻസ് നമ്മൾക്കുണ്ടായി വരും. വിച്ച് വെയർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ് സെൽഫ്, നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ കുറേ ഇല്യൂഷൻസ് നമ്മുടെ മൈൻഡിൽ വരും. അതെന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള പേടിയേക്കാളും ഭയങ്കര കൂടുതലാണ്. റിയാലിറ്റി എന്താണ്, അതിനേക്കാൾ ഒരുപാട് പേടിപ്പെടുത്തുന്നതാണ് നമ്മൾ പേടിച്ചിട്ടുണ്ടാകുന്ന ആ ഒരു ഇല്യൂഷൻ. ആൻഡ് റിയാലിറ്റി വെൻ കാംലി അനലൈസ്ഡ്, ശരിക്കുമുള്ള ആ ഒരു റിയാലിറ്റീനെ നമ്മളൊന്ന് കാമായിട്ടൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് വില്ലിംഗ്ലി അക്സെപ്റ്റഡ്, ഒരു സംഭവം എന്തായാലും നടക്കും, അതിൻ്റെ റിസൾട്ട് എന്തുമായിക്കോട്ടെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന് തീരുമാനിച്ചാൽ, ലോസസ് മച്ച് ഓഫ് ഇറ്റ്സ് ടെറർ, നമ്മുടെ
പേടിയുടെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ തീവ്രത കുറേയൊക്കെ കുറയും. അതായത് ഒരു റിയാലിറ്റീനെ പേടിക്കാതെ അതിൻ്റെ റിസൾട്ട് എന്തുമായിക്കോട്ടെ എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ തന്നെ അതിൻ്റെ തീവ്രത കുറയുമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. സോ സഡൻലി ആസ് ഇറ്റ് വെയർ ദറ്റ് ബ്ലാക്ക് പാൾ ഓഫ് ഫിയർ വാസ് ലിഫ്റ്റഡ് ഫ്രം ദ പീപ്പിൾസ് ഷോൾഡേഴ്സ്. അങ്ങനെ ആളുകളുടെ ഷോൾഡേഴ്സിൽ നിന്ന് ബ്ലാക്ക് പാൾ ഓഫ് ഫിയർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പാൾ മീനിങ് ഡാർക്ക്നെസ്, പേടിയുടെ ആ ഒരു ഡാർക്ക്നെസ് ആളുകളുടെ ഷോൾഡറിൽ നിന്ന് എടുത്ത് മാറ്റി. നോട്ട് ഹോൾലി ഓഫ് കോഴ്സ്, മൊത്തമായിട്ടും മാറിയില്ല, ബട്ട് ടു ആൻ അമേസിങ് ഡിഗ്രി. പക്ഷെ കുറേയൊക്കെ പേടി ആളുകളുടെ ഷോൾഡറിൽ നിന്ന് മാറി. ആസ് ഫിയർ ഇസ് ക്ലോസ് കമ്പാനിയൻ ടു ഫോൾസ്ഹുഡ്, സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. പേടി എന്ന് പറയുന്നത് ഫോൾസ്ഹുഡിൻ്റെ ചീത്ത കാര്യങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് പോലെയാണ്. സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. ട്രൂത്ത് അതായത് സത്യസന്ധത ഫിയർലെസ്നെസ് ഫോളോ ചെയ്യുന്നു. അതായത് സത്യമായിട്ടിരുന്നാൽ എന്ത് ചെയ്യുമ്പോഴും സത്യസന്ധത കീപ്പ് ചെയ്താൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ല. ദ ഇന്ത്യൻ പീപ്പിൾ ഡിഡ് നോട്ട് ബിക്കം മച്ച് മോർ ട്രൂത്ത്ഫുൾ ദാൻ ദേ വെർ. ഇന്ത്യൻസ് ആദ്യം വരെ എത്ര ട്രൂത്ത്ഫുൾ ആയിരുന്നോ അതിനേക്കാളും ട്രൂത്ത്ഫുള്ളായി, സത്യസന്ധരായി എന്നൊന്നും പറയുന്നില്ല. നോർ ഡിഡ് ദേ ചേഞ്ച് ദർ എസെൻഷ്യൽ നേച്ചർ ഓവർനൈറ്റ്. ഒറ്റ രാത്രി കൊണ്ട് അവരുടെ നേച്ചർ, പ്രകൃതം എല്ലാവരും മാറ്റിയെന്നും പറയുന്നില്ല. നെവർതലെസ് എ സീ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡ്രാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ബിഗ് ചേഞ്ച്, എന്നിരുന്നാൽ കൂടിയും ഒരു വലിയ ചേഞ്ച് വന്നു. വാസ് വിസിബിൾ ആസ് എ നീഡ് ഫോർ ഫോൾസ്ഹുഡ് ആൻഡ് ഫേർട്ടീവ് ബിഹേവിയർ ലെസൻഡ്. അതായത് ആ ഒരു ഫോൾസ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു ചതി, അതേപോലെ ഫേർട്ടീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സീക്രറ്റീവ് ബിഹേവിയറിൻ്റെയൊക്കെ ഒരു ആവശ്യം ശരിക്കും കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആളുകളിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. ഒരു സൈക്കോളജിക്കൽ ചേഞ്ചാണ് ഉണ്ടായത്. ഓൾമോസ്റ്റ് ആസ് ഇഫ് സം എക്സ്പേർട്ട് ഇൻ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഹാഡ് പ്രോബ്ഡ് ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ്. അതായത് ഒരു സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു എക്സ്പേർട്ട് ആളുകളുടെ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ പാസ്റ്റിലേക്ക്, അയാളുടെ പഴയ കാര്യങ്ങളിലേക്ക് ചെന്നിട്ട് ഫൗണ്ട് ഔട്ട് ദി ഒറിജിൻസ് ഓഫ് ഹിസ് കോംപ്ലക്സസ്, അയാളുടെ പ്രശ്നങ്ങളുടെ ഒറിജിൻ, റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കി, എക്സ്പോസ്ഡ് ദം ടു ഹിസ് വ്യൂ, അയാൾക്ക് അയാളുടെ റൂട്ട് പ്രോബ്ലം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ആൻഡ് ദസ് റിഡ് ഹിം ഓഫ് ദാറ്റ് ബേർഡൻ. അങ്ങനെ അയാളെ ആ ഒരു ബേർഡൻ, വലിയൊരു ബാധ്യത, ഒരു തടസ്സം, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റുന്ന പോലെയായിരുന്നു ഗാന്ധിജി വന്നത്. അതായത് സൈക്കോളജിക്കലി ആളുകളുടെ മൈൻഡിലാണ് ചേഞ്ചസ് കൊണ്ടുവന്നത്. ദർ വാസ് ദ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓൾസോ. അപ്പോൾ സൈക്കോളജിക്കൽ ചേഞ്ച് ഇങ്ങനെ ഗാന്ധിജി കൊണ്ടുവന്നപ്പോൾ ആളുകളുടെ ഭാഗത്തുനിന്ന് സൈക്കോളജിക്കലി റിയാക്ഷനും ഉണ്ടായിരുന്നു. എ ഫീലിംഗ് ഓഫ് ഷെയിം അറ്റ് അവർ ലോങ് സബ്മിഷൻ ടു ആൻ ഏലിയൻ റൂൾ. അതായത് നമുക്കൊരു നാണക്കേട്, ആളുകൾക്കൊരു നാണക്കേട് തോന്നി. എന്ന് പറഞ്ഞാൽ ഒരു ഏലിയൻ ആയിട്ടുള്ള ഒരു റൂൾ, ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഒരു ഏലിയനാണ്, അവരുടെ നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ ജീവിച്ചു, അതിലൊരു നാണക്കേട് ആളുകൾക്ക് തോന്നി. റൂൾ ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് അസ്, നമ്മളെ ഡീഗ്രേഡ് ചെയ്തും നാണക്കേടുണ്ടാക്കിയൊക്കെ ചെയ്ത ഒരു നിയമത്തിനെ ഓർത്ത് നമുക്കൊരു ഷെയിം തോന്നി. ആൻഡ് എ ഡിസയർ ടു സബ്മിറ്റ് നോ ലോങ്ങർ. അതായത് ഇനിയും അവരുടെ അടുത്ത് അടിമകളെ പോലെ തന്നെ നിൽക്കണ്ട, വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി. അങ്ങനെ അടിമകളായിട്ട് നിന്നില്ലെങ്കിൽ എന്ത് പ്രശ്നവും റിസൾട്ട് എന്തുമായിക്കോട്ടെ, ഇനി അവരുടെ അടുത്ത് അടിമകളെ പോലെ, ബ്രിട്ടീഷിൻ്റെ അടിമകളായിട്ട് നിൽക്കണ്ട. വി ഡിഡ് നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ പെർഹാപ്സ് ദാൻ വി ഹാഡ് ബീൻ പ്രീവിയസ്ലി. നമ്മൾ ഇതിനു മുമ്പ് ഭയങ്കര സത്യസന്ധരായിരുന്നെങ്കിൽ അതിനേക്കാൾ അധികമായിട്ട് സത്യസന്ധരൊന്നും ആയില്ല. പക്ഷേ ഗാന്ധി വാസ് ഓൾവേസ് ദെയർ ആസ് എ സിമ്പിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. ഗാന്ധിജി എപ്പോഴും ഒരു സത്യസന്ധതയുടെ ഒരു സിമ്പിളായിട്ട് തന്നെ, എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത സത്യസന്ധനായിട്ട് തന്നെ ഗാന്ധിജി, അതായത് അദ്ദേഹം സത്യസന്ധതയുടെ ഒരു സിമ്പിളായിട്ട് തന്നെ നിന്നു. ടു പുൾ അസ് അപ്പ് ആൻഡ് ഷെയിം അസ് ഇൻ ടു ട്രൂത്ത്. എന്തിനാണ്? നമ്മളെ ഒന്ന് ഇൻസ്പയർ ചെയ്യാനായിട്ട്. പുൾ അസ്, ജനങ്ങളെ ഒന്ന് മുകളിലേക്ക് പുള്ളപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, ഇൻസ്പയർ ചെയ്യാനായിട്ട്. ആൻഡ് ഷെയിം അസ് ഇൻ ടു ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ട്രൂത്തിന്, ഓണസ്റ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു ലെവലിലേക്ക് ആക്കി നമ്മളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ഗാന്ധിജി ഉണ്ടായിരുന്നു.